ഇത് ഈ കാണുന്ന മൊബൈൽ ഷോപ്പ് അതിൻ്റെ സ്റ്റോക്ക് ഉൾപ്പെടെ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല റേറ്റിന് നിങ്ങൾ സ്വന്തമാക്കുക. അതായത് നിങ്ങൾ ഇവിടെ വന്ന് കണ്ട് സ്റ്റോക്കെല്ലാം വെരിഫൈ ചെയ്ത് നിങ്ങൾ ഇതിൻ്റെ ഓണറുമായിട്ട് നേരിട്ട് ഡീൽ ചെയ്യാനുള്ളൊരു അവസരമാണുള്ളത്. ഈ പ്രോപ്പർട്ടി ഉള്ളത് നമ്മുടെ പോത്തങ്കോട് ജംഗ്ഷനിൽ തന്നെയാണ്. പോത്തങ്കോട് ജംഗ്ഷനിലെ മേലെമുക്ക് ജംഗ്ഷനാണ്. അതായത് പോത്തങ്കോട് നിന്ന് വെമ്പായ റൂട്ടിലേക്ക് ഇങ്ങനെ കയറുമ്പോഴത്തേക്കും വലത്തോട്ട് അയിരുപ്പാറ പാവുടിക്കോണം ഇങ്ങോട്ടേക്കാണ് പോകുന്ന റോഡ് ഇങ്ങനെ തിരിഞ്ഞു പോകും. ആ ജംഗ്ഷനാണ് മേലെമുക്ക് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ എക്സാക്ട് മേലെമുക്ക് ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി. അതായത് പോത്തങ്കോട് ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഒരു 50-60 മീറ്റർ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ അൽഹാനി എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷോപ്പല്ല വിൽപ്പനയ്ക്കുള്ളത്, ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വർക്ക്, ഇതിനകത്തുള്ള സ്റ്റോക്ക് അതെല്ലാം ഉൾപ്പെടെയാണ് വിൽപ്പനയ്ക്കുള്ളത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി നടത്താനായിട്ട് ആളില്ല കേട്ടോ. ആ ഒരു കാരണം കൊണ്ടാണ് ഇതിപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ അതേ മുന്നേ ഇതിൻ്റെ മക്കളും മരുമക്കളും അങ്ങനെയൊക്കെ ആയിട്ട് ഏൽപ്പിച്ചിരുന്നു. ഇപ്പോൾ അവരെല്ലാം വിദേശത്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ഷോപ്പ് കുറഞ്ഞ ആളായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ആരെങ്കിലും നോക്കി നടത്തും നിങ്ങൾ തന്നെ നേരിട്ട് ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് ഉള്ളൊരു കടയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജംഗ്ഷൻ ബേസ് ചെയ്ത് നമുക്ക് രാവിലെയും വൈകുന്നേരം നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അവർ ഈ ഒരു ചുറ്റുവട്ടത്ത് ഒത്തിരിയധികം താമസിക്കുന്നുണ്ട്. ഇവിടെ വൈകുന്നേരം വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ട്രാഫിക് എത്രത്തോളമാണ്, ക്രൗഡ് എത്രത്തോളമാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ആ രീതിയിലൊരു ജംഗ്ഷനിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നടന്നുകൊണ്ടിരുന്നൊരു കട നിങ്ങൾക്ക് ഏറ്റെടുത്ത് നടത്താൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറിനെ വിളിക്കാം. നിങ്ങൾ നേരിട്ട് വന്ന് കാണുക, ഇതിനകത്തുള്ള സ്റ്റോക്കെല്ലാം വെരിഫൈ ചെയ്യുക, എന്നിട്ട് അതിനൊരു വില കണക്കാക്കുക, എന്നിട്ട് അദ്ദേഹമായിട്ട് സംസാരിക്കുക. അതുകൊണ്ട് തന്നെ ഞാനായിട്ട് ഇതിനകത്തൊരു വില പറയുന്നില്ല, നേരിട്ട് അദ്ദേഹമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. നല്ലൊരു റേറ്റിന് സ്വന്തമാക്കാം. ഇവിടെ നമുക്ക് ഈ കടയ്ക്ക് ഇപ്പം വാടക വരുന്നത് 15,000 രൂപയാണ് വാടക വരുന്നത് കേട്ടോ. നല്ലൊരു പ്രോപ്പർ ജംഗ്ഷനിൽ നമുക്ക് ഓൾറെഡി ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇനി ഇതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും സാധനങ്ങളുടെയൊക്കെ ബിസിനസ്സിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണുന്നത് പോലെ മൊബൈൽ ഫോണിൻ്റെ ആക്സസറീസ് ഒത്തിരിയധികം ഉണ്ട്, ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒത്തിരി ഉണ്ട്, പ്രൊജക്ടേഴ്സ് ഉണ്ട്. ഈ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരിയധികം ഐറ്റം ഈ മൈക്രോഫോണ്, അതുപോലെ ടോർച്ച്, നമ്മുടെ ഹെയർ സ്ട്രൈറ്റ്നർ, അങ്ങനെ എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഇത് നമ്മുടെ വണ്ടിയിലൊക്കെ വയ്ക്കുന്ന സ്പീക്കർ സിസ്റ്റമൊക്കെ ഇവിടെ ഒത്തിരിയധികം കളക്ഷൻ കാണാം. ഇതെല്ലാം വരുന്നത് ഹെഡ്സെറ്റ്, അത് റിലേറ്റഡ് ചാർജേഴ്സ്, അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള നമുക്ക് കമ്പാരിറ്റീവ്ലി നമുക്ക് കമ്പനി വിലയെക്കാട്ടും കുറച്ചുകൂടെ വിലക്കുറവിൽ വാങ്ങാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ. ഇത് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ക്രൗഡ് നമുക്ക് ഈ ഒരു ജംഗ്ഷൻ ബേസ് ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഏരിയ നമുക്ക് മൊബൈലിൻ്റെയൊക്കെ സർവീസിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കൊരു സർവീസ് സെൻറ്റർ അതിൻ്റെ കൂടെ തന്നെ റൺ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, മിസ്സാക്കല്ല.